നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിധിയെഴുതി കേരളം, ഫലമറിയാൻ ഇനി 1 മാസത്തോളം നീണ്ട കാത്തിരിപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മലയോരത്ത് വോട്ടെടുപ്പ് സമാധാനപരം. മാവോയിസ്റ്റ് വന്യജീവി ഭീഷണിയുള്ള ബൂത്തുകളിൽ പോലീസിന്റെയും കേന്ദ്രസേനയുടെയും നേതൃത്വത്തിൽ കനത്ത സുരക്ഷയൊരുക്കി വോട്ടെടുപ്പ്. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും. ദല്ലാൽ നന്ദകുമാറുമായുള്ള സൗഹൃദത്തിൽ EP ജയരാജന് മുഖ്യമന്ത്രിയുടെ തിരുത്ത്. വാർത്തകൾ വിശദമായി. വിധിയെഴുതി കേരളം. രാവിലെ തുടങ്ങിയ വോട്ടെടുപ്പിന്റെ സമയപരിധി അവസാനിപ്പിച്ചപ്പോഴും മിക്ക പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര കാണാമായിരുന്നു. ഫലമറിയാൻ ഇനി 1 മാസത്തോളം നീണ്ട കാത്തിരിപ്പ്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടമാണ് നടന്നത്. കേരളത്തിൽ LDFും UDFും NDAയും തമ്മിലായിരുന്നു മത്സരം. വീറും വാശിയും നിറഞ്ഞ മത്സരത്തിൽ വോട്ടിംഗിലും പ്രതിഫലിച്ചു. രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട നിരയാണ് ഉണ്ടായത്. ഉച്ചയോടെ മന്ദഗതിയിലായ പോളിംഗ് വൈകിട്ടോടെ വീണ്ടും കനത്തു. ചിലയിടങ്ങളിൽ വോട്ടെടുപ്പ് അവസാനിക്കേണ്ട 6 മണി കഴിഞ്ഞും നീണ്ട നിരയായിരുന്നു. എന്നിരുന്നാലും എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തി ശക്തമായ സുരക്ഷയൊരുക്കിയാണ് പോളിംഗ് നടന്നത്. അതിനാൽ തന്നെ ഒരു അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. കണ്ണൂർ ജില്ലയിലും അതീവ സുരക്ഷാ ബൂത്തുകളിൽ കേന്ദ്രസേനയെ വിന്യസിച്ചു. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് 3 മുന്നണികളും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. പെട്ടിയിലായ വോട്ടുകൾ കൂടുതൽ നേടി ആര് വിജയിക്കുമെന്നറിയാൻ ഇനി 1 മാസം കാത്തിരിക്കണം. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മലയോരത്ത് വോട്ടെടുപ്പ് സമാധാനപരം. ചില ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായതൊഴിച്ചാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മലയോരത്ത് വോട്ടെടുപ്പ് സമാധാനപരം. ചില ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായതൊഴിച്ചാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. രാവിലെ 7 മുതൽ തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിരുന്നുവെങ്കിലും കണിച്ചാർ ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ UP സ്കൂളിൽ 108 നമ്പർ ബൂത്തിലും കേളകം ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 142 ബൂത്തിലെയും വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് വോട്ടെടുപ്പ് വൈകി. കണിച്ചാറിൽ 7 മണിക്ക് ആരംഭിക്കേണ്ട വോട്ടെടുപ്പ് 8:30 ആരംഭിച്ചത്. ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അരമണിക്കൂറും വോട്ടെടുപ്പ് വൈകി. കത്തുന്ന വെയിലിനെ പോലും അവഗണിച്ചാണ് വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എത്തിയത്. വോട്ടിംഗ് കേന്ദ്രങ്ങളിലെല്ലാം തന്നെ കേന്ദ്രസേന ഉൾപ്പെടെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. വോട്ടിംഗ് മന്ദഗതിയിലാണെന്ന പരാതിയെ തുടർന്ന് കണിച്ചാർ 108 ബൂത്തിലെ വനിതാ പോളിംഗ് ഉദ്യോഗസ്ഥരെ ചുമതലയുള്ള തഹസിൽദാർ മാറ്റി പുരുഷ ഉദ്യോഗസ്ഥരെ നിയമിച്ച ശേഷമാണ് വോട്ടിങ്ങിന് വേഗം കൈവന്നത്. തുടർന്ന് 6 മണിക്ക് ശേഷവും ക്യൂവിൽ ഉണ്ടായിരുന്ന വോട്ടർമാർക്ക് ടോക്കൺ നൽകിയാണ് വോട്ട് ചെയ്യാൻ അവസരം ഒരുക്കിയത്. രാവിലെ വോട്ടിംഗ് കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വോട്ടർമാരുടെ നീണ്ട ക്യൂ ഉണ്ടായിരുന്നുവെങ്കിലും ഉച്ചയോടെ അത് മന്ദഗതിയിലാകുകയായിരുന്നു. പിന്നീട് 4 മണിക്ക് ശേഷമാണ് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ വോട്ടർമാർ എത്തിത്തുടങ്ങിയത്. പേരാവൂർ നിയോജക മണ്ഡലത്തിലെ കേളകം ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ 74% വോട്ടിംഗ് രേഖപ്പെടുത്തിയതായാണ് വിവരം. ഹൈവിഷൻ ന്യൂസ്, കേളകം. കേരള അതിർത്തിയായ മാക്കൂട്ടത്തെ ഏക പോളിംഗ് സ്റ്റേഷനിൽ കനത്ത പോളിംഗ്. കേരള അതിർത്തിയായ മാക്കൂട്ടത്തെ ഏക പോളിംഗ് സ്റ്റേഷനിൽ കനത്ത പോളിംഗ് ആണ് നടന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടെ തന്നെ 80% പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ആകെയുള്ള 54 പേരിൽ 44 പേരും ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. മാക്കൂട്ടത്ത് താമസക്കാരായ മലയാളികളാണ് ഇവിടുത്തെ വോട്ടർമാരിൽ അധികവും. നേരത്തെ മാക്കൂട്ടത്തുള്ള എസ്റ്റേറ്റുകളിൽ 100 കണക്കിന് ജോലിക്കാർ ഉണ്ടായിരുന്നപ്പോൾ വോട്ടർമാരുടെ എണ്ണവും വലുതായിരുന്നു. മാക്കൂട്ടത്ത് മലയാളം മീഡിയത്തിൽ കർണാടക തുടങ്ങിയ മാക്കൂട്ടം ഗവൺമെൻറ് LP സ്കൂളിലാണ് പോളിംഗ് സ്റ്റേഷൻ. മാവോയിസ്റ്റ് ഭീഷണി പ്രദേശമായതിനാൽ 54 വോട്ടർമാരെ ഉള്ളുവെങ്കിലും ലോക്കൽ പോലീസും നക്സൽ വിരുദ്ധ സേനാംഗങ്ങളും ഉൾപ്പെടെയുള്ള വൻ പോലീസ് കാവലിലാണ് വോട്ടെടുപ്പ് നടന്നത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് വോട്ടെടുപ്പ് 1 മണിക്കൂറിലധികം തടസ്സപ്പെട്ട കണിച്ചാർ ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ UP സ്കൂളിൽ 108 നമ്പർ ബൂത്തിൽ 6 മണിക്ക് ശേഷവും ക്യൂവിലുണ്ടായിരുന്ന 200-ലധികം വോട്ടർമാർക്ക് ടോക്കൺ കൊടുത്താണ് വോട്ട് ചെയ്യുവാൻ സൗകര്യമൊരുക്കിയത്. കണിച്ചാർ ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ UP സ്കൂളിൽ 108 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് അവസാനിച്ചത് 8 മണിയോടെ. രാവിലെ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് വോട്ടെടുപ്പ് 1.5 മണിക്കൂറിലധികം തടസ്സപ്പെട്ടിരുന്നു. കൂടാതെ ഉച്ചഭക്ഷണ സമയത്ത് ഉദ്യോഗസ്ഥർ ഒന്നടങ്കം ഭക്ഷണം കഴിക്കാൻ പോയതും വോട്ടിംഗ് സമയം നീളാൻ കാരണമായി. 6 മണിക്ക് ശേഷവും ക്യൂവിലുണ്ടായിരുന്ന 200-ലധികം വോട്ടർമാർക്കാണ് ടോക്കൺ കൊടുത്ത് വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കിയത്. ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് വോട്ടെടുപ്പ് 8 മണിവരെ നീളാൻ ഇടയാക്കിയതെന്ന് ബൂത്ത് ഏജന്റുമാർ പറഞ്ഞു.
ഹൈവിഷൻ ന്യൂസ്, കേളകം. തുടക്കത്തിലെ പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായത് വോട്ടെടുപ്പിനെ ബാധിച്ചു. പലയിടങ്ങളിലും വൈകിയാണ് പോളിംഗ് നടന്നത്. തുടക്കത്തിലെ പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായത് വോട്ടെടുപ്പിനെ ബാധിച്ചു. പല സ്ഥലങ്ങളിലും വൈകിയാണ് വോട്ടിംഗ് നടന്നത്. പേരാവൂർ നിയോജക മണ്ഡലത്തിലെ 98-ാം നമ്പർ ബൂത്ത് ആറളത്തെ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് വോട്ടിംഗ് 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. 95-ാം നമ്പർ ബൂത്തായ ഇടവേലി സ്കൂളിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിനും തകരാറ് സംഭവിച്ചു. ഇവിടെയും വോട്ടെടുപ്പ് വൈകിയാണ് ആരംഭിച്ചത്. 15-ാം നമ്പർ ബൂത്തായ മാടത്തിൽ LP സ്കൂളിലെയും വോട്ടിംഗ് യന്ത്രം തകരാറിലായി. 183-ാം നമ്പർ പുറവയൽ സ്കൂളിലെയും വോട്ടിംഗ് യന്ത്രം തകരാറിലായി. എടക്കാനം LP സ്കൂളിലെ 67-ാം നമ്പർ ബൂത്തിൽ ഇലക്ഷൻ നടപടിക്രമങ്ങൾ വൈകിയതിനാൽ വോട്ടെടുപ്പ് വൈകിയാണ് ആരംഭിച്ചത്. എല്ലായിടങ്ങളിലെയും വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറുകൾ പരിഹരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കൊളക്കാട് കാപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിൽ 112-ാം ബൂത്തിൽ വീട്ടമ്മയുടെ വോട്ട് മറ്റാരോ ചെയ്തതായി പരാതി. ഇതേ തുടർന്ന് വീട്ടമ്മയ്ക്ക് ടെൻഡർ വോട്ടിന് സൗകര്യമൊരുക്കി. കൊളക്കാട് സ്വദേശിനിയായ ശാന്തകുമാരിയുടെ വോട്ടാണ് മറ്റാരോ ചെയ്തതായി പരാതി ഉയർന്നത്. കൊളക്കാട് കാപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിൽ 112-ാം ബൂത്തിലെ ശാന്തകുമാരിയുടെ വോട്ട് രാവിലെ മറ്റാരോ ചെയ്തതായാണ് വിവരം. വൈകുന്നേരം ശാന്തകുമാരി വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് വോട്ട് ചെയ്തു കഴിഞ്ഞതായി മനസ്സിലായത്. ഇതേ തുടർന്ന് പോളിംഗ് ഓഫീസർ ശാന്തകുമാരിക്ക് ടെൻഡർ വോട്ടിന് സൗകര്യമൊരുക്കുകയായിരുന്നു. ശാന്തകുമാരിയുടെ വോട്ട് ആദ്യം ചെയ്ത ആളെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണ്. ഹൈവിഷൻ ന്യൂസ്, കേളകം. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും. ദല്ലാൾ നന്ദകുമാറിനുമായുള്ള സൗഹൃദത്തിൽ EP ജയരാജന് മുഖ്യമന്ത്രിയുടെ തിരുത്ത്. ദല്ലാൾ TG നന്ദകുമാറുമായുള്ള ബന്ധത്തിൽ EP ജയരാജന് മുഖ്യമന്ത്രിയുടെ തിരുത്ത്. സൗഹൃദങ്ങളിൽ ജാഗ്രത വേണമെന്നാണ് ദല്ലാൾ നന്ദകുമാർ തൊടുത്തുവിട്ട പുതിയ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഘട്ടം വരുമ്പോൾ പലപ്പോഴും തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ പലരും അഴിച്ചുവിടാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ജനങ്ങൾ ഇതിനെ കാണുകയുള്ളൂ. VP ജയരാജൻ CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതോടൊപ്പം ഇവിടെ LDF കൺവീനറുമാണ്. പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെയും പോലെ വലിയ തോതിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വന്നതാണ്. അത് ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ആവേശമുണർത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ആക്രമണം CPIM-നെതിരെയും LDF-നെതിരെയും ഉന്നം വെച്ചുകൊണ്ടുള്ള ഒന്നാണ് എന്ന് നാം കാണണം. അത്തരം ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിന് പിറകിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ പ്രചരണങ്ങൾ നടത്തുന്നതിന് പിറകിൽ ഇന്നിപ്പോൾ K. സുരേന്ദ്രനും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. BJP അറിഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു. K. സുരേന്ദ്രൻ സ്വാഭാവികമായിട്ടും ഈ പ്രചരണത്തിൻ്റെ വക്താവായിട്ട് മാറുമല്ലോ. K. സുധാകരനും K. സുരേന്ദ്രനുമൊക്കെ ഒരേ രീതിയിലാണല്ലോ എല്ലാ കാലത്തും പ്രചരണങ്ങൾ നടത്താറുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള പുതുമയും ഇല്ല എന്നുള്ളതാണ് നാം കാണേണ്ടത്. എല്ലാ കാലത്തും ഈ രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ കേരളത്തിലെ UDF-ൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും BJP-യുടെയും നേതൃനിര ഒരേ മനസ്സോടെ അണിനിരന്നിട്ടുണ്ട് എന്നത് നമുക്കെല്ലാം അനുഭവത്തിലുള്ള കാര്യമാണ്. എല്ലാവരുമായും നല്ല സുഹൃത്ബന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കു തെളിയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതിർകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. ഇതിൽ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. EP ജയരാജന് വീഴ്ചയുണ്ടായി. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും.
ഇന്നാരെയാണ് വഞ്ചിക്കേണ്ടതെന്ന് ആലോചിച്ച് നടക്കുന്നവരുമായി സൗഹൃദം ഉപേക്ഷിക്കേണ്ടതാണ്. ജയരാജൻ ഇക്കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കാറില്ലെന്ന് നേരത്തെ തന്നെയുള്ള അനുഭവമാണ്. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നതിൽ തെറ്റില്ല. ഒരു രാഷ്ട്രീയ നേതാവിനെ കാണുന്നതിൽ തെറ്റുപറയാൻ സാധിക്കില്ല. EPക്കെതിരായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം പാർട്ടിയെ ലക്ഷ്യം വച്ചാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബത്തോടൊപ്പം എത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തിയത്. പിണറായി RC അമല ബേസിക് UP സ്കൂളിലെ ബൂത്തിലെത്തിയാണ് മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത്. ഈ തെരഞ്ഞെടുപ്പിൽ LDFന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുമെന്ന് വോട്ട് ചെയ്ത ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ. EPക്കെതിരെയുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി UDF സ്ഥാനാർത്ഥി K സുധാകരൻ. EP ജയരാജനെതിരെയുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി UDF സ്ഥാനാർത്ഥി K സുധാകരൻ. പറയുന്നതിൽ വ്യക്തത വേണം. താൻ പറഞ്ഞത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും K സുധാകരൻ പറഞ്ഞു. സംസാരിക്കാതിരിക്കുന്ന ചുറ്റുപാടിൽ ഞാൻ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതൊക്കെ യാഥാർത്ഥ്യമാണ്. ആ ഇൻഫർമേഷൻസ് ഒക്കെ സത്യസന്ധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് എന്ത് പ്രശ്നം ഉണ്ടായാലും നിയമ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. നിയമ നടപടി എടുത്തോട്ടെ. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, കണ്ടു വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അതിന്റെ അപ്പുറത്തല്ലേ നിയമമുള്ളൂ. കുഴപ്പമൊന്നുമില്ല. EP ജയരാജൻ ഇന്നലെ പറഞ്ഞത് താങ്കൾ സ്ഥിരം കഴിക്കുന്ന മരുന്ന് കഴിക്കാത്തതാണ് തനിക്കെതിരെ ഇത്തരം. അതെ, മരുന്ന് കഴിക്കാത്തത് കൊണ്ട് ഞാനല്ല കിടക്കുന്നത് അദ്ദേഹം സ്ഥിരമായിട്ട് ഇപ്പൊ കിടക്കുന്നത്. ഞാൻ എവിടെയും കിടക്കുന്നൊന്നുമില്ല. അപ്പൊ എനക്ക് അസുഖവും എനക്ക് മരുന്നൊന്നുമില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് ജയരാജന് ചില കൂട്ടുകെട്ട് ദോഷമാണ്. അല്ല, അത് ഞങ്ങൾ പറഞ്ഞല്ലോ. CPMന്റെ നേതാവ് തന്നെ പറഞ്ഞല്ലേ. മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്. സത്യത്തിൽ അത് തന്നെയാണ് അവർ തമ്മിലുള്ള തർക്കവും. ഇദ്ദേഹം പോകാൻ ആലോചിക്കുന്നത് അതിന്റെ അകത്തുള്ള ഈ പറയുന്ന എനിമിറ്റിയാണ്. മുഖ്യമന്ത്രിയും ഇവരും തമ്മിൽ എനിമിറ്റിയാണ്. ഒരു പല കാര്യങ്ങളിലും ജയരാജനെ കൺസിഡർ ചെയ്തില്ല എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പരാതിയുണ്ട്. ഏത് നിയമ നടപടിയും എടുക്കട്ടെയെന്നും BJP വിലയിരുത്തലും മുഖ്യമന്ത്രിയെ വിലയിരുത്തലുമാണ് ഈ തിരഞ്ഞെടുപ്പെന്നും UDF മികച്ച നേട്ടം കൈവരിക്കുമെന്നും K സുധാകരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാവോയിസ്റ്റ് വന്യജീവി ഭീഷണിയുള്ള ബൂത്തുകളിൽ പോലീസിന്റെയും കേന്ദ്രസേനയുടെയും നേതൃത്വത്തിൽ കനത്ത സുരക്ഷയൊരുക്കി വോട്ടെടുപ്പ്. കേളകം, കൊട്ടിയൂർ, കണിച്ചാർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ വനാതിർത്തി പങ്കിടുന്നതും മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിട്ടുമുള്ള 21ഓളം ബൂത്തുകളിലാണ് കനത്ത സുരക്ഷ ഒരുക്കിയത്. ഇരട്ടി മേഖലയിൽ 20 പോളിംഗ് ബൂത്തുകൾ മാവോവാദി ഭീഷണി നേരിടുന്ന പോളിംഗ് ബൂത്തുകളായിരുന്നു. ആറളം, കരിക്കോട്ടക്കരി, ഉളിക്കൽ, ഇരട്ടി എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മാവോവാദി ഭീഷണിയുള്ള പോളിംഗ് ബൂത്തുകൾ ഉള്ളത്. ആറളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വളയഞ്ചാൽ അംഗൻവാടി, ആറളം ഫാം സ്കൂൾ, പാലാക്കുന്ന് അംഗൻവാടി, ചതുരൂർ അംഗൻവാടി, അടിച്ചുവാരി നിർമ്മല LP സ്കൂളിലെ 2 ബൂത്തുകൾ ഉൾപ്പെടെ 6 ബൂത്തുകൾ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ വേണ്ട മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളായിരുന്നു. കരിക്കോടകരി സ്റ്റേഷൻ പരിധിയിലെ എടപ്പുഴ LP സ്കൂൾ, യന്തുകരി സാംസ്കാരിക നിലയം, രണ്ടാംകടവ് LP സ്കൂൾ ഉൾപ്പെടെ 3 ബൂത്തുകൾ മാവോവാദി ബൂത്തുകളായിരുന്നു. ഉളിക്കൽ സ്റ്റേഷൻ പരിധിയിലെ കല്ലന്തോട് UP സ്കൂളിലെ 3 ബൂത്തുകളും മാട്ര LP സ്കൂളിലെ 1, കാലാങ്കി LP സ്കൂളിലെ ബൂത്തുകളും ഉൾപ്പെടെ മാവോവാദി ഭീഷണി നേരിടുന്ന ബൂത്തുകളായിരുന്നു. ഇരട്ടി സ്റ്റേഷൻ പരിധിയിലെ പാലത്തിൻകടവ് LP സ്കൂൾ, കച്ചേരിക്കടവ് UP സ്കൂൾ ഉൾപ്പെടെ 2 മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. മുഴക്കുന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 28 ബൂത്തുകളിൽ 23 ബൂത്തുകളും പ്രശ്നബാധിത ബൂത്തുകളായിരുന്നു. അതിൽ പടിക്കച്ചാൽ, പള്ള്യം, വാണിവിലാസം, മുഴക്കുന്ന് സ്കൂൾ, പാലാ സ്കൂൾ, മുബാറക്ക് സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ ബൂത്തുകൾ അതീവ പ്രശ്നബാധിത ബൂത്തുകളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. മാവോവാദി ഭീഷണിയുള്ള ബൂത്തുകളുടെ സുരക്ഷാ ചുമതല 10 കമാൻഡോകൾ അടങ്ങുന്ന കേന്ദ്രസേനയ്ക്കായിരുന്നു. മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. കണ്ണൂർ റൂറലിൽ മാവോവാദി ഭീഷണിയുള്ള ബൂത്തുകളിൽ പെട്രോളിംഗ് നടത്തുന്നതിന് 15 കമാൻഡോമാരടങ്ങുന്ന 11 യൂണിറ്റുകളാണ് ഉണ്ടായിരുന്നത്. 3 ബൂത്തുകളെ ബന്ധിപ്പിച്ചാണ് ഒരു യൂണിറ്റ് പെട്രോളിംഗ് നടത്തിയത്. ലോക്കൽ പോലീസിന് പുറമെ കേന്ദ്രസേനയും തമിഴ്നാട് പോലീസിനെയും വിന്യസിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കത്തുന്ന വെയിൽ വോട്ടർമാർ വലഞ്ഞു. മഞ്ഞളാംപുറം UP സ്കൂളിൽ വോട്ട് ചെയ്യുവാനെത്തിയ പുരുഷ വോട്ടർമാരാണ് വെയിലിൽ ക്യൂ നിന്ന് വലഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂട് അവസാനിച്ച് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയപ്പോൾ കനത്ത വെയിൽ ചൂടിൽ വോട്ടർമാർ വലഞ്ഞു. കേളകം പഞ്ചായത്തിലെ മഞ്ഞളാംപുറം ബൂത്തിലെത്തിയ പുരുഷ വോട്ടർമാരാണ് വെയിലിൽ വലഞ്ഞത്. പുരുഷ വോട്ടർമാരുടെ ക്യൂ സ്കൂളിന് പുറത്തായതാണ് വോട്ടർമാരെ വലച്ചത്. തുടർന്ന് സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്ത് തണലുള്ള ഇടങ്ങളിൽ ബെഞ്ച് സജ്ജീകരിക്കുകയും വോട്ട് ചെയ്തു പോകുന്ന മുറക്ക് 5 വീതം വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിപ്പിച്ചുമാണ് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയത്. അവിടെ വെയിലായതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു. വിളിക്കും. എത്ര പേര് വെച്ചിട്ട്? 5 പേര് വെച്ച്. നമ്മുടെ ബൂത്തിലേക്ക് എത്തുമ്പം
നമ്മൾ കാണുന്ന ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ക്യൂ സിസ്റ്റത്തിൽ നമ്മൾ നല്ല വെയിലത്താണ് നമ്മൾ നിൽക്കേണ്ടി വരുന്നത്. ഒരു ഇന്ത്യൻ പൗരന് മൗലിക അവകാശമുണ്ട്. ഒരു വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഇവിടെ ഒരുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അതോറിറ്റി ആരാണെങ്കിലും അവരിത്തരം കാര്യങ്ങൾ സൂക്ഷ്മ പരിശോധന ചെയ്ത് ആൾക്കാരുടെ വിഷമതയിൽ പങ്കുചേരേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. മഞ്ഞളാമ്പ്രം സ്കൂളിൽ നടത്തുന്ന ഈ അവസ്ഥ വളരെ ദയനീയമാണ്. ജനങ്ങൾ വളരെയധികം കഷ്ടത്തിലാണ്. അത് അവരുടെ മേലധികാരികൾ അത് വ്യക്തമായി അത് ഉണർന്ന് ഇനിയെങ്കിലും പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് നമുക്ക് ഈ സമയം പറയാനുള്ളത്. നിലവിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ലേഡീസിന് ഇത് ബരാന്തയിൽ കൂടെ ക്യൂവിലേക്ക് നിൽക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അതേസമയത്ത് ജെൻസിന് ഗ്രൗണ്ടിൽ നല്ല വെയിലത്താണ് നിൽക്കുന്ന. അവർ ഇങ്ങനെ ഓരോ ആളെ മരച്ചുവട്ടിൽ നിന്നിട്ട് അവർ കൃത്യമായിട്ട് ആ മരച്ചുവട്ടിൽ നിന്ന് തണലത്ത് നിന്ന ശേഷം അവർ വിളിക്കുമ്പോൾ മാത്രം അവിടെ പോയി വോട്ട് ചെയ്യേണ്ട അവസ്ഥയിലാണ്. അപ്പോൾ ക്യൂ നിൽക്കാൻ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു തണൽ ഒരു പായെങ്കിലും വലിച്ചു കെട്ടിയിരുന്നെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടായേനെ. ഹൈ വിഷൻ ന്യൂസ് കേളകം. തില്ലങ്കേരി ഗവൺമെന്റ് UP സ്കൂളിലെ 105 നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുവാൻ എത്തിയവർക്ക് ഫലവൃക്ഷ തൈകളും വിത്തുകളും നൽകി. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ തില്ലങ്കേരി ഗവൺമെന്റ് UP സ്കൂളിലെ 105 നമ്പർ പോളിംഗ് ബൂത്താണ് മാതൃകാ പോളിംഗ് ബൂത്ത്. അതിന്റെ ഭാഗമായി വോട്ടർമാർക്ക് ഒട്ടേറെ സൗകര്യങ്ങളാണ് ഒരുക്കിയത്. വോട്ട് ചെയ്യാൻ എത്തുന്ന വയോജനങ്ങൾക്ക് ഇരിക്കാൻ ഇരിപ്പിടം, വെയിൽ കൊള്ളാതിരിക്കാൻ പന്തൽ, കുട്ടികളുമായി എത്തുന്ന അമ്മമാർക്ക് മുലയൂട്ടൽ കേന്ദ്രം, കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടെ ഒരുക്കി പ്രത്യേക മുറി. വോട്ട് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും ജൈവ കർഷകൻ ഷിഞ്ചിത്ത് തില്ലങ്കേരിയുടെ വക ഫലവൃക്ഷ തൈകളും വിത്തുകളും ഒപ്പം മിഠായിയും. ചില പോളിംഗ് സ്റ്റേഷൻസിനെ മാതൃകാ പോളിംഗ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുത്തിട്ട് അവിടെ വ്യത്യസ്തമായ രീതിയിൽ ഇലക്ടേഴ്സിന് സൗഹൃദപൂർണ്ണമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ആദ്യം തന്നെ കയറി വരുമ്പോൾ ഇവിടെ ഒരു സ്വീകരണ പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് കുടിവെള്ളമുണ്ട്, മെഡിക്കൽ ടീമുണ്ട്, മുലയൂട്ടുന്ന അമ്മമാർക്ക് വിശ്രമിക്കാനായിട്ടൊരു സ്ഥലം അവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പ്രായമായ 85+ ആയിട്ടുള്ള വോട്ടേഴ്സിനും PWD ആയിട്ടുള്ള വോട്ടേഴ്സിനും സമാധാനത്തിൽ ഇരുന്ന് അവരുടെ ക്യൂവിൽ നിൽക്കാതെ ഇരുന്ന് അവരുടെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് കടന്നു പോകാനുള്ളൊരു സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പിൻവശത്ത് കുട്ടികൾക്ക് ഒപ്പം മാതാപിതാക്കളോടൊപ്പം വോട്ട് ചെയ്യാൻ വരുന്ന മാതാപിതാക്കളോടൊപ്പം വരുന്ന കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു സ്പേസ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും മാതൃകാപൂർണമായൊരു പോളിംഗ് സ്റ്റേഷനായി ഈ 105 നമ്പർ തില്ലങ്കേരിയിലെ 105 നമ്പർ പോളിംഗ് സ്റ്റേഷനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന വോട്ടർമാർക്ക് പിന്നെ നല്ല തണലൊരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പിന്നെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ റൂം ഒരുക്കിയിട്ടുണ്ട്, സെൽഫി കോർണർ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ തില്ലങ്കേരിയുടെ അഭിമാനമായ ഷിംജിത്ത് തില്ലങ്കേരിയുടെ വിത്തുകൾ, അതുപോലെ നടീൽ വസ്തുക്കളും നമ്മളിവിടെ നിന്ന് വിതരണം നടത്തുന്നുണ്ട്. വിപുലമായ സൗകര്യങ്ങളാണ് നമ്മളെ വോട്ടർമാർക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സെൽഫി പോയിന്റ് ഉൾപ്പെടെ ഒരുക്കിയാണ് ഈ മാതൃകാ പോളിംഗ് ബൂത്ത് പ്രവർത്തിച്ചത്. 1200ഓളം വോട്ടർമാരാണ് ഇവിടെയുള്ളത്. തില്ലങ്കേരി ഗവൺമെൻറ് UP സ്കൂളിലെ 105 ബൂത്ത് നല്ലൊരു മാതൃകാ പോളിംഗ് ബൂത്താണ്. ഇതുപോലെ തന്നെയാവണം മറ്റെല്ലാ ബൂത്തുകളും. തില്ലങ്കേരിയിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്. ചുങ്കക്കുന്ന് ഗവൺമെന്റ് UP സ്കൂളിലെ മാതൃകാ പോളിംഗ് ബൂത്തിൽ കന്നി വോട്ടർമാർക്ക് മിഠായി, ഒപ്പുമരവും എന്റെ വോട്ട് എന്റെ അഭിമാനം സെൽഫി പോയിന്റും മാതൃകാ പോളിംഗ് ബൂത്തിൽ ശ്രദ്ധേയമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ചുങ്കക്കുന്ന് ഗവൺമെന്റ് UP സ്കൂളിൽ മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയത് ശ്രദ്ധേയമായി. ബൂത്തിലെത്തുന്ന കന്നി വോട്ടർമാർക്ക് മിഠായി നൽകിയാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. ഒപ്പുമരവും എന്റെ വോട്ട് എന്റെ അഭിമാനം എന്ന സെൽഫി പോയിന്റും മാതൃകാ പോളിംഗ് ബൂത്തിലെ മറ്റൊരു സവിശേഷതയാണ്. ഒപ്പുമരം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാ വോട്ടേഴ്സിനും പുതിയൊരു അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒപ്പുമരത്തിൽ ഒപ്പ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. മാതൃകാ പോളിംഗ് സ്റ്റേഷനിൽ ഒപ്പുമരം മാത്രമല്ല, നമ്മൾ സെൽഫി കോർണർ, അതുപോലെ തന്നെ കളിയിടം, അതുപോലെ തന്നെ വിശ്രമ കേന്ദ്രം, പിന്നെ പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ എല്ലാം നടത്തിയിട്ടുള്ളത്. എല്ലാം ഹരിതചട്ടം വെച്ചിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. കന്നി വോട്ടർമാർക്ക് നമ്മൾ മധുരം നൽകി മിഠായി വിതരണം ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവർക്ക് നല്ല പ്രതികരണമാണ്. തീർച്ചയായിട്ടും എല്ലാവരും എല്ലാവരും തന്നെ ഒപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. പോളിംഗ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇതിൽ ഒപ്പുമരത്തിൽ ഒപ്പിട്ട് പങ്കുചേർന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് വോട്ടർമാർ മടങ്ങുന്നത്.
ഹരിതാപമാക്കിയാണ് ബൂത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്. ഓലയും ഓലക്ക് മുകളിലെ എഴുത്തും പച്ചപ്പുമെല്ലാം സജ്ജീകരിച്ചപ്പോൾ ബൂത്ത് ആകെ വനാന്തരീക്ഷ പ്രതീതിയായി. നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ 3 ബൂത്തുകളാണ് തെരഞ്ഞെടുത്തത്. കൊട്ടിയൂർ, അയ്യൻകുന്ന്, മുഴക്കുന്ന് പഞ്ചായത്തുകളിലെ സെക്ടറുകളാണ് തെരഞ്ഞെടുത്തത്. എന്തായാലും മാതൃകാ പോളിംഗ് ബൂത്തിലെത്തുന്ന വോട്ടർമാർക്ക് ഈ കനത്ത ചൂടിൽ അല്പം ആശ്വാസമേകുന്നതാണ് ഇവിടത്തെ അന്തരീക്ഷം. സജേഷ് നാമത്തിനോടൊപ്പം സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേളകം. ഉളിക്കൽ മാട്ര കാരിസ് UP സ്കൂളിലെ 182 നമ്പർ ബൂത്തിൽ എത്തിയ വോട്ടർമാർക്ക് ചക്കയും മാങ്ങയും ഉൾപ്പെടെ ലഭിച്ചു. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ മാതൃകാ ബൂത്താണ് ഉളിക്കൽ പഞ്ചായത്തിലെ മാട്ര കാലിസ് UP സ്കൂളിലെ 182 നമ്പർ ബൂത്ത്. ബൂത്തിന്റെ തുടക്കത്തിൽ തന്നെ നല്ല ഒരു കവാടം ഒരുക്കിയിട്ടുണ്ട്. കുരുത്തോല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒരു കല്യാണ വീട്ടിലേക്ക് കയറിപ്പോകുന്ന പ്രതീതിയായിരുന്നു ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ. വോട്ടർമാരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക്, ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധനയുൾപ്പെടെയുണ്ട്. ഒപ്പം മുഴുവൻ സമയവും ആംബുലൻസിന്റെ സഹായവും. തീർന്നില്ല, വോട്ടർമാർക്ക് ഇരിപ്പിടമൊരുക്കിയിട്ടുണ്ട്. മുലയൂട്ടുന്ന അമ്മമാർക്കായി പ്രത്യേക മുറിയും. ചൂടും പച്ചയും ഉൾപ്പെടെയുള്ള കുടിവെള്ളവും പ്രഭാത ഭക്ഷണത്തിനും പുറമെ ഉച്ചഭക്ഷണവും ചക്കയും മാങ്ങയും ഉൾപ്പെടെയുള്ള വിഭവങ്ങളുമാണ് വോട്ടർമാർക്ക് നൽകിയത്. ഇതുകൂടാതെ തിരഞ്ഞെടുപ്പ് ചരിത്രം അടങ്ങിയ ലഘു പോസ്റ്ററുകളും ഭിത്തിയിൽ പതിച്ചിട്ടുണ്ട്. ജില്ലയിൽ നിയോജക മണ്ഡലത്തിൽ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ മാതൃകാ ബൂത്തായി തിരഞ്ഞെടുക്കപ്പെട്ട 2 ബൂത്തുകളിൽ ഒന്ന് ഈ 182 ബൂത്താണ്. ആ ബൂത്തിനകത്ത് മാതൃകാ ബൂത്തായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ അറിയിച്ചതിന് ശേഷം ഏത് രൂപത്തിലാണ് മാതൃകാ ബൂത്തിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു മനോഹരമായ സാഹചര്യം ക്രമീകരിക്കണമെന്നും വോട്ടിനെ ഒരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് ആ രൂപത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആളുകൾക്ക് ഒരു ആശങ്കയുള്ള കാര്യമാണ്. ഉത്കണ്ഠയോടെയാണ് ആളുകൾ വരിക. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെയുള്ള വലിയ രീതിയിലുള്ള പ്രതിസന്ധികളോടെയാണ് സ്ത്രീകളടക്കം വോട്ടിന് വരിക. ഇതിപ്പോൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുടുംബസമേതമാണ് പലരും വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ മനോഹരമായൊരു സാഹചര്യം പുറത്ത് വരുമ്പോൾ തന്നെ വോട്ട് വീട് എന്നുള്ള രൂപത്തിലേക്കായി അതിനെ ക്രമീകരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും മനോഹരമായ അലങ്കാരങ്ങൾ നമ്മുടെ ശ്രദ്ധയാകെ മാറ്റിമറിക്കുന്ന രൂപത്തിൽ, ആശ്ചര്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള മനോഹരമായ പശ്ചാത്തലങ്ങൾ, ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവിടെ മുതൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴെല്ലാം ആകർഷകമായ കാഴ്ചകൾ നൽകിയാണ്. എല്ലാം കൊണ്ടും മാട്ര UP സ്കൂളിലെ 182 ബൂത്ത് മാതൃകാപരമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. തിരഞ്ഞെടുപ്പ് ദിനത്തിൽ വോട്ട് ചെയ്യുവാൻ എത്തുന്നവർക്കായി തണ്ണീർ സൽക്കാരം ഒരുക്കി SSF SYS ചെടിക്കുളം യൂണിറ്റ്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വോട്ട് ചെയ്യാനെത്തുന്നവർക്കായി തണ്ണീർ സൽക്കാരമൊരുക്കി SSF SYS ചെടിക്കുളം യൂണിറ്റ്. ജീവനാണ് ജലവും ജനാധിപത്യവും എന്ന മുദ്രാവാക്യത്തോടെയാണ് പ്രവർത്തകർ തണ്ണീർ പന്തൽ ഒരുക്കിയത്. തെരഞ്ഞെടുപ്പ് ദിനമായതിനാൽ മറ്റ് കടകളെല്ലാം അടച്ചതിനാൽ കനത്ത ചൂടിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ എത്തുന്നവർക്ക് വലിയ ആശ്വാസമാണ് ഈ തണ്ണീർ പന്തൽ. SSF SYS യൂണിറ്റ് ഭാരവാഹികളായ സാജിർ സഖാഫി, യാക്കൂബ് ചെടിക്കുളം, ശിഹാബ് പെരുന്തയിൽ, അബുബക്കർ സആദി, റഷീദ് P എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. മുരിങ്ങോടി മാതൃക LP സ്കൂളിൽ നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. രാജ്യസഭ MP ഡോക്ടർ V ശിവദാസൻ ഉദ്ഘാടനം ചെയ്യും. മാതൃക എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നേതൃത്വം നൽകുന്ന മുരിങ്ങോടി മാതൃക LP സ്കൂളിൻ്റെ നവീകരിച്ച കെട്ടിടത്തിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും ഉദ്ഘാടനം ഏപ്രിൽ 27 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. ചടങ്ങിൽ വിഷൻ 2050 എന്ന പേരിൽ സ്കൂൾ മാസ്റ്റർ പ്ലാൻ കരടിൻ്റെ പ്രകാശനവും സ്കൂൾ ഗാനത്തിൻ്റെ അവതരണവും നടക്കും. 27-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ്. ആ സന്തോഷവേളയിൽ ഉദ്ഘാടനത്തിന് എത്തിച്ചേരുന്നത് ഇവിടെ MP ശിവദാസൻ സാറാണ്. അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട MLA സണ്ണി ജോസഫ് അവർകളും എത്തിച്ചേരുന്നതാണ്. അതേപോലെ നമ്മുടെ ഒരു മാതൃകാ സ്കൂളിൻ്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് നമ്മുടെ സ്കൂള് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഒരുക്കുന്നത്. അതേപോലെ കുട്ടികളും വരുന്ന എല്ലാ ആൾക്കാരും സമൂഹം ഒന്നടങ്കം കൂടി ദീപം തെളിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ
കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിലേക്ക് പ്രിയപ്പെട്ടവരായ എല്ലാ നാട്ടുകാരും, എല്ലാ രക്ഷിതാക്കളും, കുട്ടികളും, ടീച്ചേഴ്സും, ഒരു സമൂഹം മുഴുവനായി അവിടെ ഒത്തുചേരുകയും ആ പ്രോഗ്രാം വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ഒന്നുകൂടെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും ഉദ്ഘാടനം രാജ്യസഭാ MP ഡോക്ടർ വി ശിവദാസനും സ്കൂൾ മാസ്റ്റർ പ്ലാൻ പ്രകാശനം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫും ഉദ്ഘാടനം ചെയ്യും. വിഷൻ 2050 സ്കൂൾ വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ അഭിപ്രായ രൂപീകരണവും ആശംസകളും തുടർന്ന് നടക്കും. ചടങ്ങിൽ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുധാകരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും. തുടർന്ന് ഉച്ചകഴിഞ്ഞ് രക്ഷാകർതൃ ശാക്തീകരണ പരിപാടിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു നേതൃത്വം നൽകും. നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിൻ്റെയും ഓഡിറ്റോറിയത്തിലും ഉദ്ഘാടന ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്കൂൾ മാനേജർ MJ ദേവദാസൻ പറഞ്ഞു. ഹൈവിഷൻ ന്യൂസ്, കേളകം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിധിയെഴുതി കേരളം, ഫലമറിയാൻ ഇനി 1 മാസത്തോളം നീണ്ട കാത്തിരിപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മലയോരത്ത് വോട്ടെടുപ്പ് സമാധാനപരം. മാവോയിസ്റ്റ് വന്യജീവി ഭീഷണിയുള്ള ബൂത്തുകളിൽ പോലീസിന്റെയും കേന്ദ്രസേനയുടെയും നേതൃത്വത്തിൽ കനത്ത സുരക്ഷയൊരുക്കി വോട്ടെടുപ്പ്. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും. ദല്ലാൽ നന്ദകുമാറുമായുള്ള സൗഹൃദത്തിൽ EP ജയരാജന് മുഖ്യമന്ത്രിയുടെ തിരുത്ത്. ഇതോടെ ന്യൂസ് ടൈം പൂർണ്ണമാകുന്നു. നമസ്കാരം.